ഹായ്, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഫാസ്റ്റ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് മാപ്രാണം എന്ന പ്രദേശത്താണ്. നമ്മുടെ സുഹൃത്തും ഇലക്ട്രീഷ്യനുമായ ജിബിൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ ഈ കസ്റ്റമർ എടുത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ RCCB തന്നെയാണ് വിഷയം. RCCB ട്രിപ്പിംഗ് ആണ് വിഷയം. RCCB ബൈപ്പാസ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷനിലായിരുന്നു. ന്യൂട്രൽ വോൾട്ടേജ് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് 19 വോൾട്ടായിരുന്നു. ചില സമയങ്ങളിൽ 19 നിന്ന് 31, 35 പോകുന്ന നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. വോൾട്ടേജും കാര്യങ്ങളൊക്കെ കൃത്യമായിരുന്നു. 239 അതേപോലെ തന്നെ ആ റേഞ്ചിലുള്ള വോൾട്ടേജുകളായിരുന്നു ഓരോ ഫേസിനുമുള്ളത്. ഫേസ് സെലക്ടർ ഡിസ്കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ RCCB ഒന്ന് ടെസ്റ്റ് ചെയ്തു. RCCB സോക്കറ്റ് ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. സോക്കറ്റ് ടെസ്റ്റിൽ 25 RCCB ട്രിപ്പായി. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ ലോഡിലല്ലായിരുന്നു. അതിനുശേഷം നമ്മൾ IR വാല്യൂ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് IR ടെസ്റ്റർ എടുത്തു. അപ്പോൾ ഈ IR ടെസ്റ്റിന് എത്രയാണ് വില എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മളൊരു കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു, കഴിഞ്ഞ വീഡിയോ കണ്ടു. ഇത് ഏകദേശം ഒരു 35-നും 40-നും ഇടയിൽ നമുക്ക് കിട്ടും. കൊയിലസ്തുവിൻ്റെ 3007A എന്നുള്ള മോഡലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ IR ടെസ്റ്റ് ചെയ്തതിൽ നമുക്ക് കുറച്ച് സർക്യൂട്ടുകളിൽ നമുക്ക് IR വാല്യൂ കുറഞ്ഞ് കണ്ടിരുന്നു. അത് ഇൻവെർട്ടർ സർക്യൂട്ട് തന്നെ ആയിരുന്നു. ഇൻവെർട്ടർ മാത്രമല്ല, ലൈറ്റ് സർക്യൂട്ട് ആയിരുന്നു. അപ്പോൾ ഇൻവെർട്ടറിന് ലൈറ്റും ഫാനും മാത്രമായിട്ടുള്ള രീതിയിലാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം ന്യൂട്രൽ ലിങ്കിൽ നിന്ന് ന്യൂട്രലുകളെല്ലാം ഡിസ്കണക്റ്റ് ചെയ്ത് ന്യൂട്രലിൻ്റെയും IR വാല്യൂ നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ അതിലും ഒരു 6-7 കേബിളുകൾ നമുക്ക് 0 എന്നുള്ള വാല്യൂവിൽ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ന്യൂട്രൽ എർത്തുമായിട്ട് നല്ല രീതിയിൽ ബന്ധം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ചു. അപ്പോൾ അതിന് ശേഷം കണ്ടെത്തിയ ന്യൂട്രലുകൾ ഏതൊക്കെ സർക്യൂട്ടിലേക്കാണ് പോയിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമ്മൾ ജോലി തുടങ്ങി. അപ്പോൾ കുറച്ച് കുഴപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രിപ്പിംഗ് ആയിരുന്നു ഇവിടെ. അത് വേറൊന്നുമല്ല, നമ്മളെ പുറത്തെ ലൈറ്റ് മാസ്റ്റർ കൺട്രോളിൽ വരുന്ന ലൈറ്റുകൾ കൺട്രോൾ ചെയ്യുന്ന ന്യൂട്രലിൽ ഏതെങ്കിലും ലീക്കേജ് വന്നാൽ നമുക്ക് കുറച്ച് കുഴപ്പിക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് ഈ ടെസ്റ്റിംഗ് റിപ്പോർട്ട് കിട്ടുക. കാരണം അത് ആ ഒരു സർക്യൂട്ടിൽ മാത്രമല്ല, മറ്റു ന്യൂട്രലുകളിൽ നമുക്ക് വാല്യൂ കുറഞ്ഞ് കാണും. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്കൊരു 80 ആ റേഞ്ചിലൊക്കെയാണ് മില്ലി ആംപ്സ് കാണിക്കുന്നത്. അപ്പോൾ ഫൈനലി നമ്മൾ കിച്ചണിൽ വർക്ക് ഏരിയയുടെ ഭാഗത്തായിട്ട് ഒരു ബോക്സിൽ ചെതൽ കണ്ടെത്തി. അതോടൊപ്പം അതിൻ്റെ ബാക്കിലേക്ക് പോകുന്ന പൈപ്പും അതിനൊരു ജംഗ്ഷൻ ബോക്സ്, അടച്ചു വെച്ചിരിക്കുന്ന ജംഗ്ഷൻ ബോക്സും ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ആ ജംഗ്ഷൻ ബോക്സിൻ്റെ ഉള്ളിലുള്ള കേബിളുകൾ ഇൻസുലേഷൻ കറക്റ്റായിട്ട് ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് പഴക്കം ചെന്നതിൻ്റെ ഫലമായിട്ട് ഇൻസുലേഷൻ പോയി അത് ഭിത്തിയിൽ ടച്ചായി ഇരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. കൂടാതെ ആ ജംഗ്ഷൻ ബോക്സിൻ്റെ അടിയിലായിട്ട് വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിൻ്റെ പ്ലഗ്, അതിൻ്റെ പ്ലേറ്റ് അടച്ച സമയത്ത് സ്ക്രൂ നമ്മുടെ ന്യൂട്രൽ കേബിളുമായിട്ട് നല്ലൊരു ടച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കേബിൾ ഇൻസുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കണക്റ്റ് ചെയ്ത് നമ്മൾ രണ്ടാമത് റീകണക്റ്റ് ചെയ്ത് സ്ലീവ് ഇട്ട് നമ്മൾ ഹീറ്റാക്കി നല്ല രീതിയിൽ തന്നെ നമുക്ക് അത് റീകണക്റ്റ് ചെയ്തു. പിന്നെ അവിടെ ഒരു ജംഗ്ഷൻ ബോക്സ് വെക്കുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് വീണ്ടും ആ ഒരു രീതി ടച്ച് ആകാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം അത് ക്ലോസ് ചെയ്തു. കൂടാതെ അവിടുത്തെ മോട്ടറിന് IR വാല്യൂ വളരെ കുറവാണ്. അത് നമ്മൾ കസ്റ്റമറെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ അവിടെ IR വാല്യൂ കുറവുള്ളത് പുറത്തേക്ക് പോകുന്ന ഗേറ്റ് ലാമ്പിൻ്റെ കേബിളാണ്. അത് റീവയറിങ് ചെയ്യാതെ നിവർത്തിയില്ല. വാല്യൂ അത്ര 0 കിട്ടുന്നില്ലെങ്കിലും അത് ഒരു ട്രിപ്പിങ്ങിന് കാരണമാകാനുള്ള ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ ഡിസ്കണക്റ്റ് ചെയ്ത് വെച്ചു. അതോടൊപ്പം അത് റീവയർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഈ തേനീച്ച കൂട്
കൂട്ടി വയറെല്ലാം മോശമാക്കി. അപ്പോൾ ജിബിൻ വന്ന് അതൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർക്കെല്ലാം ഫിനിഷ് ഘട്ടത്തിലേക്ക് എത്തി. DBയിൽ നമ്മൾ റീകണക്റ്റ് എല്ലാ വയറുകളും ഡ്രസ്സിങ് എല്ലാം ചെയ്ത് ക്ലിയറാക്കി. അപ്പോൾ കസ്റ്റമർ ഒരാഴ്ചയായിട്ടുള്ള ഒരു ടെൻഷനിലായിരുന്നു. അവർ കറണ്ടിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ ഹാപ്പിയായി, അവർ നല്ല സപ്പോർട്ട് ചെയ്തു നമ്മളെ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.